ഇപ്പോൾ സഞ്ജീവ് നമ്മോടൊപ്പം ചേരുകയാണ്, SFI നേതാവ്. സഞ്ജീവ്, എന്താണ് ഈ വിഭജന ഭീതി ദിനം ആചരിച്ചാലുള്ള തെറ്റ്? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആചരിക്കേണ്ട, അതെങ്ങനെ മതേതരത്വത്തിന് വിരുദ്ധമാകും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മറുപടി ഉണ്ടോ സഞ്ജീവ്? തീർച്ചയായും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ളതാണ് അതിനുള്ള മറുപടി. 1857 തൊട്ട് 1947 വരെയുള്ള സുദീർഘമായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അത് മതനിരപേക്ഷ മൂല്യത്തിൽ ഉയർത്തിപ്പിടിച്ച് അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇന്ത്യൻ ദേശീയതയും ഇന്ത്യൻ സ്വാതന്ത്ര്യവും, അതിൽ നിന്ന് പിന്നീട് ഇന്ത്യ എന്ന രാജ്യവും. അപ്പൊ ആ ബോധ്യത്തെ അന്ന് തൊട്ടേ എതിർത്തവരാണ് ഹിന്ദു മഹാസഭ, RSS, അന്നത്തെ മുസ്ലിം ലീഗ്, ഇന്ന് പാകിസ്ഥാനിൽ ഛിന്ന ഭിന്നമായി കിടക്കുന്ന ജിന്നയുടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ, രാഷ്ട്രീയ കക്ഷികൾ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ആവശ്യം അവരുടേതായ മതങ്ങളുടെ രാഷ്ട്രം സ്ഥാപിക്കലായിരുന്നു. അത് അന്ന് തന്നെ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനത തള്ളിക്കളഞ്ഞതായിരുന്നു. അതിന്റെ വ്യഗ്രതയിലാണ് ഒരു ഭാഗത്ത് മറ്റൊരു മതത്തിന്റെ രൂപത്തിൽ ഒരു രാജ്യം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇപ്പുറത്ത് മറ്റൊരു മതരാഷ്ട്രം വേണമെന്നും ഇപ്പുറത്തൊരു മതരാഷ്ട്രം രൂപീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ മറ്റേതെങ്കിലും മതസ്ഥർക്ക് ജീവിക്കണമെങ്കിൽ അവർ മിനിമം പൗരന്മാരും പോലും ആവാതെ രണ്ടാം നിര പൗരന്മാരായി പോലും കാണാൻ കഴിയില്ല എന്ന MS ഗോൾവാക്കറുടെ പുണ്യഭൂമി തത്വം. ആ തത്വം നമുക്ക് അവരുടെ തന്നെ പുസ്തകങ്ങളിൽ നാം അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കുന്നു എന്ന അവരുടെ തന്നെ പ്രത്യയശാസ്ത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോ അതിൽ നിന്ന് ഇന്ത്യ രൂപീകരിക്കപ്പെടുമ്പോൾ മതനിരപേക്ഷമായി നിലനിൽക്കുകയും ഇന്ത്യയിൽ എല്ലാ മതസ്ഥരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബോധത്തിൽ നിന്ന് സെക്യുലറായുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ അവിടെയും ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള നിലപാടെടുത്തതിന്റെ ഭാഗമായാണ് ഗാന്ധി വധം ഉൾപ്പെടെ RSSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. അത് ഇന്ത്യ ചരിത്രമാണ്. അപ്പോ ആ ചരിത്രത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ദിവസമാണ് ഓഗസ്റ്റ് 15. ആ ഓഗസ്റ്റ് 15ന്റെ ബോധ്യവും യുക്തിയും അതോടൊപ്പം തന്നെ അതിന്റെ സമരോത്സുകമായ ഭാഗവും ചോർത്തിക്കളയാനാണ്, ആ സെക്യുലർ മുഖം ചോർത്തിക്കളയാനാണ് ഓഗസ്റ്റ് 15. സഞ്ജീവ്, PS സഞ്ജീവ് അത് വിശദീകരിച്ചു.